ജാസ്മിനും ഗബ്രിയും തമ്മിൽ പൊരിഞ്ഞടി. അടിയുടെ കാരണം വേറെ ആരുമല്ല, നമ്മുടെ ജിൻ്റപ്പൻ തന്നെയാണ്. ജിൻ്റപ്പൻ കൊളുത്തിയ ചൂണ്ടയിൽ നമ്മുടെ ഗബ്രി വീണു. അപ്പം ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി. സംഭവം വേറെ ഒന്നുമല്ല, ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പം ജാസ്മിനും ഗബ്രിയും ജിൻഡോയും എല്ലാം കൂടി ഇരിക്കുമ്പം ജിൻഡോ ഒരു കാര്യം പറഞ്ഞു. ഇവക്ക് കോയിൻ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇവക്ക് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, വയ്യാങ്കിൽ നീ കളിക്കണ്ട. നീ കളിക്കാതിരിക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രീദുവിനെ, അന്നത്തെ ക്യാപ്റ്റനായ ഫ്രീദുവിനെ നമുക്ക് വേണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ ഫ്രീദു ആണെങ്കിൽ അല്പം കൂടി നന്നായി കളിക്കാൻ പറ്റിയേനെ എന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാണ്. പക്ഷേ ഇവൾ സമ്മതിക്കാതെ വന്നതാണ് എന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പം ഗബ്രി അതിന് മൂളുന്നുണ്ട്. ഗബ്രി പറയുന്നു, ഫ്രീദു ആയിരുന്നെങ്കിൽ അല്പം കൂടി നന്നായി കളിച്ചേനെ, മത്സരം ഇൻട്രസ്റ്റായി മാറിയേനെ, അത് കുറച്ച് സമയം കൊണ്ട് നീണ്ടു നിന്നേനെ എന്ന് ഗബ്രിയും പറയുന്നുണ്ട്. ഗബ്രി ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ ടീം അൻഫിബ, ഫ്രീദു, ജാസ്മിൻ, ജിൻഡോ അടങ്ങിയ ടീമായിരുന്നുവെങ്കിൽ കളി അല്പം കൂടെ നന്നായേനെ എന്നാണ് ഗബ്രി ഉദ്ദേശിച്ചത്. പക്ഷേ ജാസ്മിൻ അത് തെറ്റിദ്ധരിച്ച് ജിൻഡു നമ്മുടെ ഗബ്രിയുമായിട്ട് പൊരിഞ്ഞടി നടക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ആ വാഴത്തോപ്പിലെ ഫോബയിൽ നിന്നുകൊണ്ട് നമ്മളെ രതീഷും ജിൻഡോ ഇത് പറഞ്ഞ് ചിരിക്കുകയാണ്. ജിൻഡോ പറയുന്നു, എന്തു മണ്ടനാണ്, ഞാൻ പറഞ്ഞപ്പോൾ അവൻ മൂളി. ഇപ്പം അവിടെ പൊരിഞ്ഞടി നടക്കുകയായിരിക്കും. ഈ അവസരത്തിൽ ഇപ്പുറത്ത് പൊരിഞ്ഞടി നടക്കുകയും ചെയ്യുന്നു. അപ്പം ജിൻഡോ പറയുന്നു, അവൾ ഞങ്ങളുടെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി, അവൻ്റെ ടീം ജയിക്കാൻ വേണ്ടി പലതും ചെയ്തതാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം. പിന്നെ ഞാൻ ശ്രീധുവിൻ്റെ കാര്യം പറഞ്ഞപ്പം ഗബ്രി മണ്ടനായത് കൊണ്ടല്ലേ ഇതിനകത്ത് വന്ന് വീണത്. ഒരു കാരണവശാലും അവളെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു ജാസ്മിനെ, കാരണം അവൻ്റെ കൂടെ നിന്നവളല്ലേ അവൾ. പക്ഷേ എന്തു മണ്ടനായിട്ടാണ് അവൻ അവളെ തള്ളിപ്പറഞ്ഞത്. ഇപ്പം പൊരിഞ്ഞടി നടക്കുകയായിരിക്കും അവളെ. ഇപ്പോഴൊന്നും ഇനി ഇത് തീരില്ല എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന നമ്മുടെ ജിൻഡോയെയും രതീഷിനെയും അവളെ കാണാൻ പറ്റുന്നു. ആ അവസരത്തിൽ തന്നെയാണ് ഇപ്പുറത്ത് അടി ഒരു കാരണവശാലും തീരാതെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ജാസ്മിൻ ഒന്ന് പറയുന്നു, ഗബ്രി രണ്ട് പറയുന്നു. അങ്ങനെ അടി ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ജിൻഡോയെ മണ്ടനായിട്ട് എഴുതിത്തള്ളുകയാണ്, പ്രത്യേകിച്ച് ഗബ്രിയും നമ്മുടെ ജാസ്മിനും. പക്ഷേ യഥാർത്ഥത്തിൽ മണ്ടൻ ഗബ്രിയാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു. അത് പറഞ്ഞ് ചിരിക്കുന്ന ജിൻഡോയെയും രതീഷിനെയും നമുക്ക് കാണാം. മറുവശത്ത് ജിൻഡോ കൊളുത്തിയ ആ തീയിൽ വാടിക്കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുന്ന ഗബ്രിയെയും ജാസ്മിനെയും കാണാം.